എനിക്കറിയാം നിന്റെ മനസ്സിപ്പോഴും ഇതൊന്നും അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥയിലായിട്ടില്ലെന്ന്. ഇതെല്ലാം എനിക്ക് നിന്നെ മുൻപേ പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ വിറങ്ങലിച്ച് നിന്റെ മകളുടെ ശരീരത്തിന് മുമ്പിൽ നീ തളർന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ പിന്നീടുള്ള നിന്റെ ജീവിതം മെന്റൽ ഹോസ്പിറ്റലിൽ ഇരുമ്പഴികൾക്കുള്ളിലാവുമെന്ന് ഐ നെവർ എക്സ്പെക്റ്റഡ്. പലപ്പോഴും ഞാൻ കാണാൻ ശ്രമിച്ചിരുന്നു. ഐ എം സോറി ജോയ്, ഐ എം റിയലി സോറി. അങ്ങനെ എല്ലാ സോറിയും നീ ഒരുമിച്ച് പറഞ്ഞു തീർക്കല്ലേ ജയ. നീ എന്നെ പ്രാന്താശുപത്രിയിലാക്കി. പക്ഷേ സത്യം നിനക്ക് എന്നിൽ നിന്ന് അധികം നാളെ മറച്ചു വയ്ക്കാൻ പറ്റില്ല ജയ. ദാ കേട്ടു നോക്ക്. പ്രോഗ്രാം കഴിഞ്ഞ് വന്ന വഴിക്ക് ഓട്ടോ ബ്രേക്ക് ഡൗൺ ആയി. ഇവിടെയാണെങ്കിൽ നല്ല മഴയാ. വേറെ വണ്ടി ഒന്നും കിട്ടാനുമില്ല. ഞാൻ ചിലപ്പോ നടന്ന് വീട്ടിലേക്ക് പോവാ. അപ്പ റേഞ്ചിൽ വന്ന് എന്നെ ഒന്ന് വിളിക്കണേ. ചേട്ടനായിരുന്നോ? കോളേജ് ഫെസ്റ്റിവൽ കഴിഞ്ഞ് വരാ ചേട്ടാ. അപ്പഴാ വണ്ടി ബ്രേക്ക് ഡൗൺ ആയ. അപ്പനെ വിളിച്ചിട്ടാണ് കിട്ടണമില്ല. ജയനങ്ങളും ഉണ്ടായിരുന്നോ? എവിടെ പോയിട്ട് വരിക? ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയതാ. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. മോളെവിടേക്കാ? കേറ്. ഞാൻ ബാഗ് എടുത്തിട്ട് വരാട്ടോ. ചേച്ചി അറിയണ ആൾക്കാരെ എന്റെ അപ്പന്റെ കൂട്ടുകാരാ. വേണ്ട സാർ, എല്ലാവരും കൂടി കൂട്ടുകാരൻ കേബിൾ ആയിട്ട് വരുന്നത്. ഞാൻ പോയിക്കോളാം. ഓക്കെ സാർ. അപ്പൊ ജയനങ്ങളും ആന്റണി ചേട്ടനും എത്തിയിട്ടോ. ഞാൻ അവരുടെ കൂടെ പോവാ. ടെൻഷൻ അടിക്കണ്ട. വീട്ടിലെത്തിട്ട് വിളിക്കാവേ. ശരിയാ, മദ്യത്തിൽ ലഹരിയിൽ അന്ന് എൻ്റെ അടുപ്പ് കൂടിപ്പോയി. പറ്റിപ്പോയൊരബദ്ധം. അത് മറയ്ക്കാനുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ. നിന്റെ മാനസിക നില തകർന്നത് ഞങ്ങൾ ആശ്വസിപ്പിച്ചു. കഴിഞ്ഞ പ്രാവശ്യം നീ എന്നെ കാണാൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, വൈകാതെ ആ സത്യം നീ തിരിച്ചറിയുമെന്ന്. അതൊഴിവാക്കാൻ നീ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അന്നരന്ത് പിള്ളേരെ നീ എനിക്കെതിരെ പറഞ്ഞയച്ചു. പക്ഷെ അവരുടെ പിച്ചാത്തി പിടിക്ക് നീ വിചാരിച്ചത്ര മൂർച്ച പോരാ ജയ. രവി തീരും, പക്ഷെ ജോയ് തീരില്ല. ജോയ് പ്ലീസ്, ജോയ് പ്ലീസ്. ഇനി ഇതെന്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ സ്വപ്നത്തിലാണോ എന്ന് പോലും എനിക്ക് ഉറപ്പില്ല. ഇനി 1 വർഷം മുമ്പ് നിന്നെയും കൊന്നു തള്ളിയോ എന്ന് പോലും എനിക്ക് ഉറപ്പില്ല. പക്ഷെ നീ വേണ്ട ചെയ്യാ. ഇതൊരു മകൾക്ക് വേണ്ടിയുള്ള പണിയാ. ഒരച്ഛന്റെ കൊട്ടേഷൻ. സ്ത്രീകൾ എനിക്ക് വാഴില്ല സാർ. എൻ്റെ ജീവിതത്തിൽ ആദ്യം അമ്മ, പിന്നെ ഭാര്യ, ഇപ്പോ 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 എൻ്റെ മകളും. വിഷമിക്കേണ്ട ജോയി. അനുവിൻ്റെ മരണത്തിന് പിറകിലുള്ള 2 പേരും ഇന്ന് ഈ ലോകത്തില്ലല്ലോ. 1 വർഷം മുമ്പ് എൻ്റെ മകളെ ഇങ്ങനെ പിച്ചു ചീന്തിയവരെ നിയമം ഇപ്പൊ ജയിലിൽ തീറ്റിപ്പോറ്റുകയാണ്. അവളുടെ ചിരി മായ്ച്ചവരുടെ മുഖത്ത് ഇപ്പോഴും പുഞ്ചിരിയുണ്ട്. ജസ്റ്റ് ബിക്കോസ് ഹർ ഫാദർ ഈസ് എ റിപ്യൂട്ടഡ് ഡോക്ടർ. എന്നാൽ നിന്റെ മകൾ അനു ഇപ്പോ സ്വർഗത്തിൽ നിന്ന് അഭിമാനത്തോടെ പറയുന്നുണ്ടാവും, യെസ്, മൈ ഫാദർ ഈസ് എ ഗാങ്സ്റ്റർ. ഹരിരോ ഹരിരോ ഹരി ആരാരിരോ
ആരിരോ ആരേ ആരാരേ